അപ്പൊ നമുക്ക് ഇച്ചയുടെ ഫസ്റ്റ് കസിന്റെ വാവയുടെ ബാപ്റ്റിസം ആണ്, മാമോദീസ. അതിനുവേണ്ടി നമ്മൾ വന്നേക്കാണ്. അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എനിക്ക് എല്ലാവരും അറിയാം, നിങ്ങളിലേക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിക്കാം. കുറേ കുട്ടി വ്ളോഗേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. അവരെല്ലാവരെയൊക്കെ ഒന്ന് നമുക്ക് കാണണം. മൂത്ത കാർന്നൂര് തൊട്ട് ഏറ്റവും ഇളയത് വരെ നമുക്ക് കാണാം. എൻ്റെ പല പല നാത്തൂന്മാരുണ്ട്. കുഞ്ഞു നാത്തൂന്, മൂത്ത നാത്തൂൻ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇന്ന് മാമോദീസ ഉള്ള വാവയുടെ അമ്മയാട്ടോ, അനിയത്തി പ്രാവ. നമ്മൾ സ്നേഹത്തോടെ അനിയത്തി പ്രാവേന്ന് വിളിക്കുക. ഇതിനൊരു അനിയത്തി ഉണ്ട്, ഒരു തല തെറിച്ചത്. അതെ, അതിന്റെ നമ്മള് വഴിയേ കാണിക്കാം. നമ്മുടെ ഫാമിലി ഒരു കുട്ടി വ്ളോഗർ. ഹായ് ഗായ്സ്. എന്താ പറയാ, ഇത് അമ്മയുടെ ഫ്രണ്ട്സ് ആണ്. കൊറേ കൂട്ടുകാരിമാരുണ്ട് അമ്മക്ക്, തിക് ഫ്രണ്ട്സ് ആയിട്ട്. ഭാവനെ കാണാൻ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതാരഞ്ഞു? വീടിന്റെ അടുത്തുള്ള അല്ല, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയില്ലേ? അങ്ങനെ വീണ്ടും തമ്മിത്തലായി ലഹളയാട്ടോ അവിടെ കിടന്നു. ലഹളയല്ലായിരുന്നു, പിന്നെ അത് സ്വിമ്മിങ്ങിന് പോണ കാര്യം പറയായിരുന്നേ. സ്വിമ്മിങ്ങിന് പോണ്ട്, ഇപ്പം ആറ്റിലൊക്കെ വെള്ളം കൂടി, അതുകൊണ്ട് ഇപ്പൊ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. ഇവള് ഒരുവിധം വായാടിയാട്ടോ, നല്ല വായാടി. എന്റെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എന്റെ കല്യാണം ആലോചിക്കാൻ നേരത്ത് ഇച്ചയുടെ നാട്ടിൽ അന്വേഷിച്ച ആളാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കല്യാണം നടക്കാനുണ്ടായ മൂലകാരണം ഇതാണ് ഗൈസ്. ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? വളരെ നല്ല പയ്യനാണ്, ഇത്രയും നല്ലൊരു പയ്യനെ വേറെ കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ നന്നായി. അങ്ങനെ അമ്മച്ചിയും മരുമോളും കൂടി വലിയ ചർച്ചയിലാണ്. എന്തൊക്കെ ഒരു ഇഷ്ടപ്പെടാനുള്ള പരിപാടിയാണ്. കുനിഷ്ടല്ല, ഞങ്ങള് റീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജ് കാലിയായിട്ട് വേണം ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താ റീൽ ചെയ്യാൻ. ഇന്നലെ മുതലുണ്ടല്ലോ ശാന്തമി രാത്രിയിൽ റീൽ ചെയ്യണം. ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം റീൽ ചെയ്യാൻ. അപ്പൊ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്റ്റേജ് ഒന്ന് കാലിയാക്കണം. സ്റ്റേജിലേക്ക് ഗോൾഡ് ഒന്നും അല്ലായിരുന്നു, അത് ഗോൾഡ് ആയിരുന്നു. അമ്മച്ചിക്ക് ആ ക്യാമറ നിലത്ത് വെച്ചിട്ട് കുഞ്ഞമ്മേനെ പരിചയപ്പെടുത്തോട്ടെ തന്നെ. മോളെ ഇതാട്ടോ കുഞ്ഞമ്മേ. പിന്നെ കുഞ്ഞമ്മക്ക് നിന്നെ അറിയില്ലല്ലോ. അറിയാം, എന്നാലും ക്യാമറ ഒക്കെ ഹായ് ഗൈസ് ഒക്കെ പറഞ്ഞു പറയുമ്പോ ഒരു സുഖമുണ്ടല്ലോ. ഇവിടെ ഏറ്റവും പെട്ടിരിക്കുന്ന ആൾക്കാര് കൂട്ടുകാരിമാര്, അമ്മച്ചിയുടെ സ്വന്തം കൂട്ടുകാരികളാണ് ഇവര്. ക്യാമറ ഗിംബലൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പത്തേക്ക് അവര് ഫോണൊക്കെ എടുത്ത് പിടിച്ചു. അവർക്ക് കഴിക്കാൻ പറ്റണില്ല മര്യാദക്ക്. കഴിക്കാൻ പറ്റാത്ത പണ്ട് നമ്മള് സദ്യക്ക് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് വീഡിയോ ക്യാമറമാൻ വരുമ്പോഴത്തേക്ക് വേഗം ഡീസന്റ് ആയിട്ട് കഴിക്കുമ്പോൾ അവര് കഴിക്കണം. വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലാന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അമ്മച്ചിക്കാണെങ്കിലേ അവരെ കാണിക്കുമ്പോളെ ഇവരൊക്കെ കൂട്ടുകാരിമാരാന്ന് പറയാട്ടോ. പിന്നെയാണ് റിലേറ്റീവ്സ് ആണ്. അതുമല്ല കുറച്ച് നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്, അടുത്തുള്ള വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. 150 പേരുടെ ഒരു ചെറിയ പരിപാടിയാണ്. ഇതാണ് നമ്മുടെ സന്തൂർ തന്ത. അതെ അതെ, എന്റെ ഡാഡിയാണ്. എന്റെ ഡാഡി കൂടാണ്, അല്ലെങ്കിൽ തണുത്ത തന്ത. തണുത്ത തന്ത കേട്ടോ, അത് ഭയങ്കര കൂളാണ്. അതൊരു റിയാലിറ്റിയാണ്. ആള് ഭയങ്കര കൂളാണ്. ചർമ്മം കണ്ട പ്രായം തോന്നിക്കില്ല എന്നുള്ളൂ, പക്ഷെ നല്ല പ്രായമുണ്ട്. അങ്ങനെ ചൂടൊന്നും ആവണയാണല്ലോ കേട്ടോ. ചൂടായാ പോയില്ലേ. തലതെറിച്ച പെങ്ങള്. അതിന്റെ ഫ്രണ്ട്, അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അജ്മി. അജ്മിയുടെ അനിയനാണ് ഇരിക്കുന്നത്. അത് ഞാൻ തലതെറിച്ച അനിയത്തി എന്ന് കല്യാണത്തിന് അങ്ങനെ വേറൊരാളും വന്നായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. ഇത് അമ്മൂമ്മ. ഇതാണ് നമ്മുടെ ബാപ്റ്റിസ്റ്റ് നടക്കുന്ന കുഞ്ഞുവാവയുടെ അമ്മ, അതായത് തലതെറിച്ചതിന്റെ അമ്മ, അതായത് എന്റെ അമ്മ, എന്റെ മമ്മിയാണത്. ഈ പറഞ്ഞതുപോലെ വളരെ കൊയറ്റൊന്നുമല്ല, ആള് ഭയങ്കര ആക്റ്റീവാണ്.
ടെററാണ് ഇച്ചിരി ഇച്ചിരി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പിടാണേ സുന്ദരിക്കുട്ടി എന്നൊക്കെ ആ, പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ മമ്മീനെ സോപ്പിട്ട് മമ്മി അതിൽ കാല് തെറ്റി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റണേ. ചേച്ചി വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ മൂത്ത നാത്തുവിന്റെ കൂടെയാണ്. ഇരട്ടകളുടെ പരട്ട അമ്മയാണിത്. 2 കുഞ്ഞു കുരുന്നുകളുണ്ട്. ഇതിൽ എവിടെയൊക്കെയോ ഉണ്ട്. കൈ കിട്ടുമ്പോ എടുക്കാം. ഇന്ന് രാവിലെ വെളുപ്പിന് വന്നാണ്. ഇവിടെ സദ്യ ഉണ്ടെന്ന് കേട്ടു. അപ്പോ വേഗം വന്നു. ഫ്ലൈറ്റ് എടുത്ത് വന്നു. സദ്യ കഴിക്കാൻ. അടുത്തത് ഇരട്ട കുട്ടികളുടെ പെരട്ടത്തന്ത. ബേസിലേട്ടെ ആ പിള്ളേരുടെ പപ്പയാണത്. പീപ്പിനാട്ട് അല്ലേ? വീപ്പനാട്. നമ്മൾ ടിൻഡുമോൻ വിളിക്കും. യാ, അതൊക്കെ ഉള്ളൂ. അതായത് ടിൻഡു ചേച്ചിയുടെ കെട്ടിയവനായ ബേസിലേട്ടൻ ടിൻഡുമോൻ. ഇത് വല്യപ്പ നമ്മുടെ മൂത്ത കാരണവരാട്ടോ. പുള്ളി കുറച്ച് ജാടക്കൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയപ്പയുടെ ചെറിയ മോനാണ് ആ നിക്കുന്നത്. ചെറുമോൻ ഉണ്ണിക്കുട്ടൻ. ഏറ്റവും മൂത്ത കാരണവരും ഏറ്റവും കുഞ്ഞിതും. അതെ. വല്യപ്പ ചോദിക്കുവാണേ കാറിലുള്ള ഇരിപ്പുണ്ടോന്ന് ബേസിലോട്ടനോട് ചോദിച്ചു. അപ്പൊ ബേസിലോട്ടൻ പറഞ്ഞേ കാറിലൊരു സ്റ്റിയറിംഗ് ഒരു ഗിയറും ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ എന്നിട്ട് പുള്ളി തന്നെ ചിരിച്ചു കേട്ടോ. എന്നിട്ട് ആള് സ്വന്തമായിട്ട് ചിരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വെള്ളപ്പാറ്റ വന്നിരുന്നേ. എത്ര പഴം നോക്കിക്കേ. എനിക്ക് പഴം കിട്ടിയില്ല. അതിന്റെ കാരണം പറഞ്ഞല്ലേ, ഞാൻ ആകെ 2 പഴമല്ലേ എടുത്തോളൂ. പറഞ്ഞ കേട്ടോ, പഴം മൊത്തം തീർന്നു പോയിരുന്നു. എന്റെ അമ്മായപ്പനുള്ള പഴം എല്ലാം എടുത്തോണ്ട് വന്ന് പാനി ഒഴിച്ച് കുഴച്ചടിച്ച്. അതിന്റെ അടുത്ത് എന്തോരം പഴമായിരുന്നു ഞാൻ കണ്ടില്ല. പക്ഷെ മോളിലൊരു ലുക്കില്ലാത്ത പഴം ഇരുന്നാലും ഞാൻ 2 എടുത്തോളൂ. ലുക്കില്ലാത്ത പഴം മനസ്സിലായില്ല. അതെങ്ങനെയാ പഴയിരിക്കുന്നത് അതൊന്നും പറഞ്ഞത്. അങ്ങനെ മാമോദിസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് നിൽക്കുവാണേ. എൻ്റെ മടിയിൽ അവൻ സുഖമായിട്ട് ഇരിക്കുക. എൽദോസ്. ഞങ്ങൾ കാറിൽ കയറി എല്ലാവരുടെയും പൊസിഷൻ കറക്റ്റ് ആക്കുകയാണ്. കൊച്ചിൻ്റെ അമ്മയുണ്ട്, കൊച്ചിൻ്റെ അമ്മയുടെ അനിയത്തി, നമ്മുടെ കുഞ്ഞുണ്ട്, പിന്നെ എൻ്റെ അമ്മയമ്മ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പോവുക. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊച്ചിനെ വീട്ടിലാക്കാനുള്ള പോക്കിലാണ് ഞങ്ങൾ. ചിരിക്കുന്നുണ്ടോ? നല്ല രസമല്ലേ അവനെ കാണാൻ? നല്ല രസമാണ്. അവൻ എന്റെ കയ്യിലിരിക്കുമ്പോ അങ്ങ് ചിരിക്കുമായിരുന്നു. തദ്ദേശ സ്വയംഭരണ എന്നാണ്ടെന്ന് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. ഫുള്ളായിട്ട് എനിക്ക് വായിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പറ്റാത്തോണ്ടല്ല, നിനക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. നിന്റെ അമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ അങ്ങനെ പല വെളിപ്പെടുത്തലും നടക്കും. ഈ കവാടം കണ്ടപ്പം കുഞ്ഞു പറയാ, ഇതാണ് നമ്മുടെ ഇഞ്ചൂർ പള്ളിയുടെ, നമ്മുടെ ഇടവക പള്ളിയുടെ കവാടം എന്ന്. കവാടം കടക്കാൻ നോക്കിയിരുന്നു എല്ലാവരുടെയും ട്രോളിങ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇവിടം തൊട്ട് എല്ലാവരും ട്രോളിങ് ആട്ടോന്നേ ഓരോന്ന് പറഞ്ഞ് വച്ചടി കയറിക്കൊണ്ടിരിക്കുക. ട്രോളി കാര്യമൊന്നുമില്ല. നീ ഇരിക്കുമ്പോ നിന്റെ അടുത്ത് ആർക്കും ട്രോളാൻ പറ്റുമോ? അത് പറ്റില്ല. നിന്റെ ഇരിക്കണ കൊച്ചു വരെ നിന്റെ ട്രോള് കേട്ട് ചിരിക്കല്ല, അവൻ മയങ്ങി പോവാ, ഉറങ്ങി പോണേണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാര അങ്ങനെയായിരുന്നു. അടുത്ത ട്രോള് വന്നിട്ടോ, അടുത്ത ട്രോള് അമ്മച്ചി പുറകെ നിന്ന് അടിക്കും. കുഞ്ഞു പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഇനി അടുത്ത ട്രോള് അമ്മച്ചിയുടെ വന്ന അടുത്ത ട്രോളാട്ടോ. ഓ, അമ്മച്ചി നിന്നെ ട്രോളിതാണ്. നിന്നെ ട്രോളി കഴിഞ്ഞ നിന്നെ കണ്ടാലും ട്രോളാൻ തോന്നും. അതുപോലത്തെയാണല്ലോ കയ്യിലിരിപ്പ്. എന്നെ ട്രോളി കഴിയുമ്പോ എല്ലാവർക്കും ഒരു പ്രത്യേക ഊർജ്ജമാ. കണ്ടോ മുഖത്ത് ചിരിയുണ്ടോ? അതെന്താ കാരണം? കയ്യിലിരിപ്പ്. ഉറങ്ങുമ്പോ മാത്രം നന്നായിട്ടിരിക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് പുരുപുരുന്ന് തുടങ്ങും. എനിക്ക് ഒത്തിരി നേരം മിണ്ടാണ്ടിരുന്ന എനിക്ക് തലവേദന എടുക്കും. സാധാരണ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു കമന്റ് ചെയ്യും, ഒത്തിരി നേരം മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കുന്ന ആളുകളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഉണ്ട്, ഞാനുണ്ട്. അതുപോലെ വേറെ ആൾക്കാരുണ്ടാവും. ആര്? ഇഷ്ടംമാരി ഉണ്ടാവും. കണ്ടില്ലേ, നീ പറയുന്ന കമന്റ് കേട്ട് ചിരിക്കുന്ന എല്ലാവരൊന്നും അല്ല, എന്നെ ട്രോളുന്ന കേട്ടാ നിന്റെ കോപ്രായം കേട്ട് ചിരിക്കുന്ന ആണ്. ആയിക്കോട്ടെ, എന്നാലും ചിരിക്കും തോറും ആയുസ് കൂടും. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ നമ്മള് കൊച്ചിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ ചപ്പാത്ത് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയണത്? കുഞ്ഞു ചോദിക്കണ്ട അവിടെ. കുഞ്ഞു ചോദിക്കണ്ട്. അത് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംമാതിരി കമന്റ് ചെയ്യാനുണ്ട്. നമ്മൾ വീട്ടിലെത്തി.
കൊച്ചിനെ കൊച്ചിന്റെ അമ്മൂമ്മ ഇപ്പൊ ഇറങ്ങി വരുവേ. കൊച്ചിന്റെ അമ്മൂമ്മയൊക്കെ ഇറങ്ങി വരും. പക്ഷെ കൊച്ചിന്റെ അമ്മൂമ്മനെ നമ്മളിതിൽ കാണാൻ പറ്റില്ല കേട്ടോ. പറ്റില്ല. പക്ഷെ കൊച്ചിന്റെ അമ്മൂമ്മനെ കാണാൻ പറ്റും. ഇപ്പൊ വാങ്ങിച്ചോണ്ട് പോകും എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വാങ്ങിച്ചോണ്ട് പോകും. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് നമ്മുടെ വീടാട്ടോ. നീ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ വീട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം പുറകെ നമ്മുടെ പണികളെല്ലാം. ഹോം ടൂർ നടത്താം നമുക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മിന്നുവിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിൻ്റെ അമ്മ, ഇതാണ് കേട്ടോ മേഴ്സി ആൻറ്റി. കൊച്ചിൻ്റെ അമ്മ വന്ന് കൊച്ചിനെ വാങ്ങിച്ചു. ഇവരെവിടെ ഇരുന്ന് ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിനക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എൻ്റെ സാരിയുടെ അടിയിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പം അവിടെ റീൽ ചെയ്തപ്പം അവിടെ വെള്ളമായി. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്ന്. പക്ഷെ എന്റെ പാകത്തിനുള്ള ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മേഴ്സി ആന്റിയുടെ അമ്മയാണ്. അമ്മ മിനുവിനെ ആദ്യമായിട്ട് കാണണേ കേട്ടോ. എന്നെ അവിടെയും ട്രോൾ ചെയ്യാറുണ്ട്. വീടിന് ഉപ്പ് കണ്ടോട്ടോ, വെച്ചു കൂട്ടോ. വേച്ചു പിടിച്ചപ്പോ അമ്മ ചോദിച്ചെന്നറിയോ, എന്ത് കൗട്ടാടാ കൊടുത്തേക്കണേന്ന്. അതായത് കൗട്ട് എല്ലാവർക്കും മനസ്സിലാവില്ല. അതായത് എന്ത് വെള്ളടിച്ചിട്ടാണ് വന്നേന്നാണ് ഉദ്ദേശിച്ചത്. കണ്ടോ എന്റെ കാല് മുറിഞ്ഞെന്നേ. അപ്പൊ ആ മുറിഞ്ഞ എങ്ങനെയാന്നൊക്കെ ചോദിക്കുവാ. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്ന് നമ്മള് ഇങ്ങോട്ട് വാ. മാമോദീസ വ്ലോഗാണ്. നമ്മുടെ മാമോദീസ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ചു, സെറ്റാക്കി. പിന്നെ നമ്മള് മിനിമോളുടെ ഇച്ചയുടെ കൂടെ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മളെ വൈകുന്നേരം ഫുഡ് ബാക്കിയുണ്ട് ഗൈസ്. മിക്കവാറും വൈകുന്നേരം നമ്മളെല്ലാരും ഒന്നുകൂടെ വരും. ഇനി ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്നുകൂടെ വന്ന് ഒരു റൗണ്ട് കൂടെ കഴിക്കും. ഇനിയോ? കുഞ്ഞു ഞാൻ ബൈ.